ഗുഡ് ഈവനിങ്. നല്ലൊരു സായനം നേരുന്നു. ആദ്യം ഈ ട്രെയിലറിനെ കുറിച്ച് പറയാം. വളരെ മനോഹരമായ ഒരു ട്രെയിലർ. എക്സലന്റ് കൃഷ്ണൻ, കൺഗ്രാജുലേഷൻസ്. ഞാൻ സിനിമയുടെ പേര് പ്രതിച്ഛായ. അങ്ങയുടെ പ്രതിച്ഛായക്ക് ഒരു മങ്ങലും ഇത് ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല, പേടിക്കില്ല. അത്രയും മനോഹരമാണ്. കാരണം ഈ സിനിമയുടെ കുറിച്ച് ഉണ്ണികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ണികൃഷ്ണൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ്. ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണികൃഷ്ണൻ 5 സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 5 സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെയാണ്. പിന്നെ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ. നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ്. മറ്റുള്ളവർ മോശക്കാരെന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ്. 2-3 ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ വളരെ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ഇമോഷൻസ്, അവർക്കൊരു പ്രത്യേക മാനസിക അവസ്ഥയുള്ള ആൾക്കാരാണ്. ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ്. അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ. പക്ഷെ ബാലചന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ട്, എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം, കള്ളിയിലെ വേറെ 3 സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാനം ഉണ്ണികൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ 2 ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ. ഒന്നാമത് വളരെ പ്രസക്തമാണ് ഈ സിനിമ. ഈ ഒരു അവസരത്തിൽ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി. ഉണ്ണികൃഷ്ണൻ എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. എൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു, അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല. പക്ഷെ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു ബ്രില്യൻ ഫിലിമാണ്. ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു. കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക, ഉണ്ണികൃഷ്ണൻ ഏറ്റവും വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാകാം വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ കൂടെ ഗോപാലൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണനുമായിട്ട് ചേർത്ത് ചെയ്യാൻ സാധിക്കട്ടെ. അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ. എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രതിച്ഛായ അമേസിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളത്തെ ചർച്ചയ്ക്ക് ശേഷം, ഒരുപാട് മീറ്റിങ്ങുകൾക്ക് ശേഷം നമ്മൾ എടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത്. ഉണ്ണിച്ചേട്ടനായിട്ട് ഇതൊരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ പറയുന്ന ഒരു സിനിമയാണെന്ന് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഇതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. എനിക്ക് കഥ കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ അട്രാക്ട് ചെയ്ത ആ റിലേഷൻഷിപ്പാണ്. അച്ഛന് വേണ്ടി നിൽക്കുന്ന ഒരു മകന് കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അച്ഛൻ്റെയും ഭയങ്കര രസകരമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഉണ്ണിച്ചേട്ടൻ അത് എഴുതിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓരോ റിലേഷൻഷിപ്സും ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിൽ സിനിമ ചെയ്തിട്ട് ഒരുപാട് നാളായെങ്കിലും ഇതൊരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്.
ഇത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഗോപാലൻ സാർ, ഒരുപാട് സന്തോഷം. കൊച്ചുണ്ണി കഴിഞ്ഞിട്ട് ഒരു സിനിമ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ട, താങ്ക് യു. ഇന്ന് വന്നതിലും ട്രെയിലർ ലോഞ്ച് ചെയ്തതിലും എല്ലാം ഒരുപാട് നന്ദി. കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. എല്ലാവരെയും ഈ സമയം ഓർക്കുകയാണ്. സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ സീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുമായിരുന്നു. ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെയാണ് ഉണ്ണിച്ചേട്ടൻ ഈ പടം ചെയ്തിരിക്കുന്നത്. ടെക്നിക്കൽ ക്വാളിറ്റി ആണെങ്കിലും ഓരോ സീനിന്റെ പെർഫോമൻസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും സമയമെടുത്ത് ഓരോ സീനും നന്നാവണമെന്ന് ആഗ്രഹിച്ച്, അതായത് ശരിക്കും ഉള്ളിൽ നിന്ന് ആഗ്രഹിച്ച് ആണ് ഓരോ സീനും നമ്മൾ ഷൂട്ട് ചെയ്ത് പോയിട്ടുള്ളൂ. സമയം എടുത്തിട്ടുണ്ടെങ്കിലും അതിനെടുത്തിട്ടുള്ള എഫേർട്ട് വളരെ വലുതാണ് ഉണ്ണിച്ചേട്ടൻ്റെ. ടെക്നിക്കൽ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ AD സൈഡിൽ നിന്നിട്ടുള്ള എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ നേരത്തെ ഷറഫ് പറഞ്ഞല്ലോ, കുറേ നാൾക്ക് ശേഷമാണ് ഒരുമിച്ച് പടം ചെയ്യുന്നത്. കൂട്ടുകാരാണ്, ഒരുമിച്ച് സിനിമയിൽ വന്നവരാണ്. ഒരു നായകനും വില്ലനോ ആയിട്ട് ചെയ്യുന്ന സമയങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ എങ്ങനെയോ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കഥ അല്ലെങ്കിൽ റൈറ്റിംഗ് ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മനോഹരമായിട്ട് സ്ക്രീനിൽ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് ടെക്നിക്കൽ ടീമും ആക്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എഫേർട്ടാണ്. പ്രേക്ഷകർക്ക് ഇത് കണക്ട് ആവുമെന്നും ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തിയേറ്ററിൽ പടം കാണും. ഒരു കാലഘട്ടത്തിന്റെ ജനപ്രിയ സിനിമയുടെ സമവാക്യങ്ങൾ നിർണയിച്ചിരുന്ന ആളായിരുന്നു ശ്രീ ബാലചന്ദ്രൻ. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രേമഗീതങ്ങൾ, താരാട്ട്, കേൾക്കാത്ത ശബ്ദം, മണിയൻപിള്ള അഥവാ മണിയൻപിള്ള, ചിരിയോ ചിരി തുടങ്ങിയ സിനിമകൾ ആവേശപൂർവ്വം വിദ്യാർത്ഥികൾ ഏറ്റെടുത്ത കാലമായിരുന്നു. 1, 2 അല്ല, 3, 4, 5 തവണ. കേൾക്കാത്ത ശബ്ദം എന്ന സിനിമയിലെ ഇന്ന് ഞാൻ രാവിലെ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അതിമനോഹരമായ ഒരു ഗാനരംഗമുണ്ട്. ലാൽ സാറും അംബിക മേഡവും തമ്മിലുണ്ട്. ഒരു വലിയ ഷട്ടിൽ കോക്കിന്റെ മുകളിൽ നിന്ന് അദ്ദേഹം ചാടുന്നുണ്ട്. വളരെ ഉയരമുള്ള ഒരു ഷട്ടിൽ കോക്കിന്റെ മുകളിൽ നിന്ന്. ബാലേന്ദ്രമേനോൻ സാറിനെ കണ്ട് സിനിമയോട് സ്നേഹം തോന്നിയ തലമുറയിൽപ്പെടുന്ന ആളാണ് ഞാൻ. സാറുമായിട്ട് ഏറെക്കാലത്തെ സൗഹൃദമുണ്ട്. ഈ സിനിമയിൽ അതിപ്രധാനമായ, ഒരുപക്ഷെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന തരത്തിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന KN വർഗീസ് എന്ന കേരള മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കുന്നത് ബാലചന്ദ്രമേനോൻ സാറാണ്. സാറിനോടൊപ്പം ചിലവിട്ട 50 ദിവസങ്ങൾ എനിക്ക് മാത്രമല്ല, കൂടെ അഭിനയിച്ചവർക്ക്, സാങ്കേതിക പ്രവർത്തകർക്ക് എല്ലാം മറക്കാനാവാത്ത ദിനങ്ങൾ. ദൗർഭാഗ്യവശാൽ സാറിന് നമ്മളോടൊപ്പം ഉണ്ടാവാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യ സ്ഥിതി അല്പം മോശമാണ്. പക്ഷെ അദ്ദേഹം റിക്കവർ ചെയ്ത് വരികയാണ്. ഞാൻ അദ്ദേഹമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശ്രീഗോകുലം മൂവീസും അദ്ദേഹത്തിന് ഒരു ഉപഹാരം കൊടുക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഞാൻ ബഹുമാനപ്പെട്ട ലാൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറ്റവും പുതിയ സിനിമയെ പ്രതിഷ്ഠായ നിവിൻ അഭിനയിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉള്ള ഈ ഒരു സിനിമ ഒരു വലിയ വിജയമായി മാറട്ടെ. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ചെറുപ്പത്തിലാണ് ആൾക്കാർ കൂടുതൽ റിസ്ക് ഒക്കെ എടുക്കുക. ഗോപാലേട്ടൻ്റെ കാര്യത്തിൽ പ്രായമായപ്പോഴാണ് കൂടുതൽ റിസ്കുകൾ എടുക്കുക. ഗോപാലേട്ടനെ സംബന്ധിച്ച് മലയാള സിനിമയെ ഇന്ന് പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഗോപാലേട്ടൻ. ഒരു നിർണായക സമയത്തിലൂടെ ഇടയ്ക്ക് സിനിമ ഇൻഡസ്ട്രി കടന്നുപോയപ്പോൾ ഗോപാലേട്ടൻ വലിയ കരുത്തായിരുന്നു. വളരെയധികം സന്തോഷം. സാധാരണ ഒരുപാട് ആളുകൾ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അവർക്ക് ആ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഉണ്ണിയേട്ടനെ സംബന്ധിച്ച് പല കാര്യങ്ങളെ പല ആളുകളെ ബാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേണം
ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ടാസ്കുകൾ എടുത്താണ് ഉണ്ണിയേട്ടൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണിയേട്ടന് ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. സാധ്യമല്ല എന്ന് അറിയാമെങ്കിൽ പോലും ഇന്ന് ഇത്തിരി മാന്യത കാണിക്കണമെന്ന് ഞാൻ ലിസ്റ്റിനോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എത്ര നിയന്ത്രിച്ചാലും അത് വെളിയിൽ വരുന്നത് കൊണ്ട് അത് നമുക്ക് പുറത്തു വിടാം. ഈ ഏറ്റവും അവസാനത്തേക്ക് സംസാരിക്കാൻ മയക്ക് തരുമ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ എനിക്ക് അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ഇതുപോലൊരു വേദിയിൽ ഇരുന്നിട്ട് ഉണ്ണി സാറിനോട് ഞാൻ ചോദിച്ചതാണ് ഈ സിനിമയിലെ കഥാപാത്രം. അത് ഇതുപോലെ ഉണ്ണി സാറിന്റെ തൊട്ടടുത്തിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാർ അടുത്ത പടം നിവിൻ പോളിനെ വെച്ചാണെന്ന് കേട്ടു, എനിക്ക് സാധ്യമായ എന്തെങ്കിലും കഥാപാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നിവിനും ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം 10 വർഷമായി ഒരുമിച്ച് സിനിമ ചെയ്തിട്ട്. അപ്പോ അങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെയധികം നന്ദി സാർ. ബാക്കിയെല്ലാം സിനിമയിലുണ്ടാവും, വേറൊന്നും സംസാരിക്കാനില്ല. തീർച്ചയായും ലാലേട്ടനൊക്കെ ഉള്ളൊരു വേദിയാണ്, അത്രയും ധൈര്യമായിട്ട് സംസാരിക്കാനില്ല. ഗോകുലൻ സാർ, താങ്ക് യു. ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞ മാതിരി ഞാൻ സിനിമ വന്നിട്ട് 51 വർഷമായി. 75 തൊട്ട് ചെറിയ പടങ്ങളൊക്കെ അഭിനയിച്ചെങ്കിലും എന്നെ മണിയമ്പിള്ള അഥവാ മണിയമ്പിള്ളയിൽ ആ കഥാപാത്രത്തിലെ മേനോൻ അവതരിപ്പിച്ചതിലൂടെയാണ് ഞാനെന്ന ആളിനും ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നതിൻ്റെയൊക്കെ കാരണക്കാരൻ പറഞ്ഞത്. ഇടയ്ക്ക് കുറേ നാൾ അദ്ദേഹം മറ്റു പടങ്ങളിലില്ലായിരുന്നു. ആദ്യത്തെ 8-10 പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച പടം ഈ പടമാണ്. ഈ പടം എന്ന് ഞാൻ പറയാൻ കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല, ഇപ്പം പറയത്തേ ഉള്ളൂ. അത് ഇപ്പോഴും സസ്പെൻസായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസം, ഞാനും ഈ പറഞ്ഞ 10-40 ദിവസം അഭിനയിച്ച് നല്ല ഇമ്പോർട്ടൻ്റ് വേഷമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു എന്താ പറയുക, അപ്പോൾ മേനെ കുറിച്ച് ഇന്ന് അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടാണ്, ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഭാരം വാങ്ങിച്ചു. ഷീൽഡ് എടുത്ത് പൊക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേക്കാൾ വെയിറ്റിട്ടു. അത്ര അതിഗംഭീരമായൊരു സംഭവമാണ് ഇവിടുന്ന് തരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൊക്കാത്തത്. അല്ലാതെ ഇത്രയും വൃത്തികെട്ട ശരീരഭാഷയാണ് എന്തെന്നുള്ളത് ഈ വേദിയിൽ തന്നെ പറഞ്ഞു തന്ന രാജേഷിനോട് വലിയ സന്തോഷമുണ്ട്. മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പില്ല, എന്തായാലും വലിയൊരു സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. താങ്ക് യു. ഒരുപാട് സന്തോഷം. ഈ ഒരു കഥാപാത്രം, സിനിമയിൽ ഈ ഒരു കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാടൊന്നും പറയാനില്ല. സാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ഈ സിനിമയിൽ. ഉറപ്പായിട്ടും നമ്മൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളുണ്ടോ അതുപോലെ തന്നെ ഈ സിനിമ മനുഷ്യരെ ഏറ്റെടുക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. താങ്ക് യു സാർ, ആൻഡ് താങ്ക് യു ദിസ് ടീം. ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ കൂടെ എൻ്റെ സെക്കൻഡ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം ക്രിസ്റ്റഫർ ആയിരുന്നു. അതിൽ മമ്മൂക്കടൊപ്പം ഒരു സീൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലാലേട്ടനോടെ കാണാൻ പറ്റി. വെരി ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. മോഹൻചേട്ടൻ വിളിച്ചു, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട്, അതിലൊരു വേഷം ചെയ്യണം. വളരെ സന്തോഷം തോന്നി. ഞാൻ ഉണ്ണിയേട്ടനൊരു ചെല്ലാൻ പറഞ്ഞു, കഥ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ലടിച്ചു. കാരണം ഞാൻ അങ്ങനെ ഒരു വേഷം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇത് ഞാൻ ചെയ്താൽ അശ്വിൻ ചെയ്യും? ആ ഒരു മറുപടിയാണ് ആ വേഷം എനിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം തന്നത്. ഓരോ ദിവസവും സീനെടുക്കുമ്പോൾ ഉണ്ണിയേട്ടനോട് മാത്രമല്ല, കൂടെ അസോസിയേറ്റ് അസിസ്റ്റൻസും മറ്റു ഹെൽപ്പ് ചെയ്താൽ എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഞാൻ ചോദിക്കും, ഷൂട്ട് ഓക്കെയാണ്? ഓക്കെ. ഉണ്ണിയേട്ടനൊക്കെ എല്ലാവരും പറയും ഓക്കെയാണ്. അപ്പം എനിക്ക് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴേക്കും ഭയങ്കര പേടിയായിരുന്നു, ഇത് ശരിയാവുമോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റിയാൽ നമ്മൾ ആ മോണിറ്ററിൻ്റെ മുമ്പ് നിന്ന് എഴുതിയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് മൈക്ക് കൂടി പറയാതെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്നും കൂടി ചെയ്തേക്കാം, ഒന്ന് ആക്കിയേക്കാം എന്നൊക്കെ പറയാൻ നേരത്ത് ഞാൻ അപ്പം തന്നെ എങ്ങനെയാണ് അതൊന്നും ഞാൻ അഭിനയിച്ച് കാണിച്ചു. അത് മതി. അങ്ങനെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ത്രില്ലിലാണ് ഞാൻ ഈ വേഷം ഷൂട്ട് ചെയ്തത്.
സോ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്, വലിയ സ്നേഹമുള്ള ആളാണ്. ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ്. പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി. അതിൻ്റെ അവസരം ഇപ്പോൾ വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചു. പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, ഇതൊരു മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ, പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമാധാനപരമായ ഒരു പ്രൊഡ്യൂസർ ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം അത്ര ഇവിടുത്തെ ആക്ടേഴ്സിന് തന്നെ എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ അത് നടത്തിയിട്ടുള്ളത് വളരെ സന്തോഷം. വലിയ സന്തോഷമുണ്ട്. കാര്യം ഉണ്ണിയേട്ടൻ്റെ ഈ സിനിമ എന്നല്ല, ഉണ്ണിയേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോടും ലാൽ സാറിനോടൊക്കെ എപ്പോഴും ചർച്ച ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറും മുമ്പോട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ മോഹൻലാൽ സാറും ശരിക്കും ഈ സിനിമയുടെ ഈ 17-ാം തീയതി എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല പ്രാവശ്യം സംസാരിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ലാൽ സാറിനും എനിക്കും എൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പർ പോലാണ് ഉണ്ണിയേട്ടൻ. കാര്യം ഞങ്ങളുടെയും യാത്രയിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ ഉണ്ണിയേട്ടൻ ചെയ്യുന്ന ഈ സിനിമ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സിനിമയാണ്.